മാസാവസാനമാകുമ്പോൾ ഇങ്ങനെയുള്ള മെസ്സേജുകളും കോളുകളും സ്വാഭാവികമാണ്. നമുക്ക് കിട്ടുന്ന സാലറി പലപ്പോഴും തികയാത്തതും എക്സ്ട്രാ ഇൻകം ഇല്ലാത്തതുമാണ് ഇതിന് കാരണം. കുറച്ച് പൈസ കൂടി എങ്ങനെയെങ്കിലും എവിടുന്നെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് പലപ്പോഴായി ചിന്തിച്ചിട്ടുള്ളവരായിരിക്കും നമ്മൾ. ഡിജിറ്റൽ ലോകത്ത് വലിയ മുതൽ മുടക്കോ കഷ്ടപ്പാടോ അധികം ആവശ്യമില്ലാത്ത ഒരു മൊബൈലോ ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ വീട്ടിലോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ സ്ഥലത്തോ ഇരുന്ന് ജോളിയായി ചെയ്യാവുന്നതും നിങ്ങളുടെ സാലറിക്ക് പുറമെ അഡീഷണൽ ഇൻകം കിട്ടാൻ സാധ്യതയുള്ള 7 ജോലികളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യത്തേത് ഫ്രീലാൻസ് റൈറ്റിംഗ്. എഴുതാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ വീട്ടിലിരുന്ന് എഴുതി കൊടുത്ത് പണം സമ്പാദിക്കാം. എങ്ങനെയെന്നല്ലേ? ചില കമ്പനികൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, ഓൺലൈൻ മീഡിയകൾ തുടങ്ങിയവർക്ക് കണ്ടന്റ് എഴുതി നൽകുന്നവരെ ആവശ്യമായുണ്ട്. നിങ്ങൾ എഴുതി നൽകുന്ന കണ്ടന്റുകൾ, വാക്കുകളുടെ എണ്ണം, പേജുകളുടെ എണ്ണം, കണ്ടന്റ് ക്വാളിറ്റി എന്നിവയുടെ അടിസ്ഥാനത്തിൽ കമ്പനി നിങ്ങൾക്ക് പേയ്മെന്റ് നൽകുന്നതാണ്. ബ്ലോഗ് പോസ്റ്റുകൾ, ട്രാൻസ്ലേഷൻ തുടങ്ങിയവയും ഫ്രീലാൻസ് റൈറ്റിംഗിൽ ഉൾപ്പെടുന്നു. അപ്വർക്ക്, ഫൈവർ, കണ്ടന്റ് മാർക്ക് പോലെയുള്ള വെബ്സൈറ്റുകൾ ഇതിന് ഉദാഹരണങ്ങളാണ്. രണ്ടാമത്തേതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇന്ന് നമ്മളെല്ലാവരും സാധനങ്ങൾ വാങ്ങുന്നതിനും ഓരോ സാധനങ്ങൾ പുതുതായി പരിചയപ്പെടുന്നതിനും സോഷ്യൽ മീഡിയയാണ് ആശ്രയിക്കുന്നത്. സോഷ്യൽ മീഡിയ മുഴുവൻ പുതിയ പ്രോഡക്റ്റുകളുടെ പരസ്യങ്ങൾ എന്ന് നമുക്ക് തരാറുണ്ട്. ഇതുപോലെ പ്രോഡക്റ്റുകൾ പ്രോത്സാഹിപ്പിച്ച് പണം കണ്ടെത്തുന്ന രീതിയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ആമസോൺ അസോസിയേറ്റ്, ക്ലിക്ക് ബാങ്ക്, ഷെയർ സെയിൽ പോലുള്ള പ്രസക്ത കമ്പനികളുടെ അഫിലിയേറ്റ് പ്രോഗ്രാമുകൾ അവസരങ്ങളാണ്. നിങ്ങളുടെ ബ്ലോഗ്, സോഷ്യൽ മീഡിയ, ഇമെയിൽ എന്നിവ ഇതിനായി യൂസ് ചെയ്യാവുന്നതാണ്. പ്രൊഡക്റ്റ് പ്രോത്സാഹിപ്പിച്ച് വിൽപ്പന നടത്തിയാലാണ് കമ്മീഷൻ ലഭിക്കുക. മൂന്നാമത്തേതാണ് റിമോട്ട് ഗ്രാഫിക് ഡിസൈനിങ്. ഗ്രാഫിക് ഡിസൈനിങ് അറിയാവുന്നവർക്കും താല്പര്യമുള്ളവർക്കും വീട്ടിലിരുന്ന് തന്നെ ഡിസൈൻ ചെയ്ത് പണം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ജോലിയാണ് ഗ്രാഫിക് ഡിസൈനിങ്. നല്ല വരുമാനം ലഭിക്കുന്നതും ക്രിയേറ്റീവ് ആയിട്ടുള്ളതുമായ ഒരു ജോലിയാണിത്. നിങ്ങൾ ഈ ജോലിക്കായി ചെയ്യേണ്ടത് നിങ്ങളുടെ വർക്കിന്റെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി ശേഷം നിങ്ങളുടെ വർക്കിന്റെ ഒരു പേയ്മെന്റും നിശ്ചയിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വരുന്ന പ്രോജക്റ്റ് സ്വീകരിക്കുക. നാലാമത്തേതാണ് വെർച്വൽ അസിസ്റ്റൻസ്. ഈ ഡിജിറ്റൽ യുഗത്തിൽ അസിസ്റ്റൻസ് വരെ വെർച്വൽ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് പിന്തുണ ആവശ്യമുള്ള വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ഒരു വെർച്വൽ അസിസ്റ്റന്റ് ആവുക എന്നതാണ് ഈ ജോലി. ഇമെയിൽ മാനേജ്മെന്റ്, മീറ്റിംഗ് സ്കെഡ്യൂളിംഗ്, അപ്പോയിന്റ്മെന്റ്സ് തുടങ്ങിയ ജോലികൾ ചെയ്തും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാവുന്നതാണ്. ടൈം, ETC, ബെലെ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ വെർച്വൽ അസിസ്റ്റന്റ്മാരെ ക്ലയന്റായി ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ഓൺലൈൻ ട്യൂഷനിങ്. പഠിപ്പിക്കാൻ ഇഷ്ടമുള്ള, അതിന് കഴിവുള്ളവർക്ക് നിങ്ങളുടെ സമയം പണമാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഓൺലൈൻ ട്യൂഷനിങ്. നാട്ടിലിരുന്ന് വിദേശത്തും സ്വദേശത്തുമുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് 10,000 വരെ ഒരു ദിവസം സമ്പാദിക്കാൻ കേൾപ്പുണ്ട് ഈ ജോലിക്ക്. ചെക്ക് ട്യൂട്ടേഴ്സ്, tutor.com പോലെയുള്ള വെബ്സൈറ്റുകൾ ഇതിനായി നിങ്ങളെ സഹായിക്കുന്നതാണ്. ആറാമത്തേതാണ് മൈക്രോ ടാസ്കിംഗ്. ചെറിയ ഓൺലൈൻ ടാസ്കുകളിലൂടെ സമ്പാദിക്കുന്ന രീതിയാണ് ഇത്. ടർക്ക്, ക്ലിക്ക് വർക്കർ എന്നിവ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. വേഗത്തിൽ തീർക്കാൻ കഴിയുന്നതും എളുപ്പമായതും ചെറിയ പേയ്മെന്റ് ഉള്ളതുമായ ജോലിയാണിത്. ഏഴാമത്തേതാണ് സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്. സോഷ്യൽ മീഡിയയുടെ വളർച്ച എന്നത് അതിവേഗമാണ്. എന്നാൽ നല്ല അപ്ഡേറ്റ് വേണ്ടതും സാങ്കേതികപരമായി അത്യാവശ്യം അറിവ് വേണ്ടതുമായ മേഖലയാണ് സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്. പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സോഷ്യൽ മീഡിയ പൊതുവെ മറ്റു വ്യക്തികളാകും ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ വശമുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്ത് പണം ഉണ്ടാക്കാം. ഇനി ദിവസം കുറച്ച് മണിക്കൂർ മാറ്റിവെച്ച് ഒരു സൈഡ് ഇൻകത്തിനെ പറ്റി ആലോചിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ മാസാവസാനം കൂട്ടുകാരെ ശല്യപ്പെടുത്തുന്നത് തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെക്കാം.